പാവപ്പെട്ടവർക്കത് വിതരണം ചെയ്യുമായിരുന്നു സുലൈമാൻ അലൈഹിസ്സലാം. നോമ്പെടുത്ത് നോമ്പ് മുറിക്കുന്നത് ബാർലി കൊണ്ടുണ്ടാക്കിയ ഉണക്ക റൊട്ടിയും ഉപ്പിന്റെ കഷ്ണങ്ങളും എടുത്താണ് ഈ നിബിതങ്ങൾ നോമ്പ് മുറിച്ചിരുന്നത്. എന്നാൽ അവിടുത്തെ കിച്ചണിൽ ഏറ്റവും സുഭിക്ഷമുള്ള ഭക്ഷണമുണ്ടായിരുന്നു. അത് നാട്ടുകാർക്കാണ്. സുലൈമാൻ അലൈഹിസ്സലാം കഴിച്ചത് ഉണക്ക റൊട്ടിയാണ്. മാംസവും ഇഷ്ടമുള്ള കറിയും ഇഷ്ടമുള്ള ഭക്ഷണവും കഴിക്കാൻ മഹാന് കഴിയും. പക്ഷേ ആ സമ്പത്ത് മഹാൻ ചെലവഴിച്ചത് പാവപ്പെട്ടവർക്കാണ്. സുലൈമാൻ അലൈഹിസ്സലാം കഴിച്ചത് ഉണക്ക റൊട്ടിയും ഉപ്പിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചത് പൊടിച്ചിട്ട് ആ റൊട്ടിയിൽ ചുരുട്ടി കഴിക്കുന്നതാണ് സുലൈമാൻ അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാം പട്ടിണി കിടന്നിട്ടുണ്ട്. ഈജിപ്തിന്റെ അധികാരവും ഈജിപ്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ അന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൈകളിലാണ്. ഇന്നലെ രാത്രി UAE സമയം 12 മണിക്ക് എൻ്റെ ബഹുമാന്യരായ എൻ്റെ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദിൻ്റെ കൂടെ ഞങ്ങളൊരു നല്ലൊരു വ്യക്തിയെ കാണാൻ വേണ്ടി ഷാർജയിലായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് പിരിയാൻ നേരത്ത് ഉസ്താദ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ ഒരു സംഭവം അവിടെ സൂചിപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളും ഇനി എന്താണ് അടുത്ത ഭാവി എന്നൊക്കെയുള്ള ആശങ്കയൊക്കെ പെടുമ്പോഴേ ആശങ്കയുടെ ഒരു ചർച്ച വന്ന ഉസ്താദ് പറഞ്ഞു, ആശങ്കപ്പെടാനൊന്നുമില്ല, അള്ളാഹുവിൻ്റെ തീരുമാനം അത് മാത്രമേ നടക്കൂ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, വിദേശിയായൊരു മനുഷ്യനെ അന്യനാട്ടിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിച്ച് അതിന് പൗരത്വം കൊടുത്ത് ആ മഹാനെ കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയൊരു നാടിൻ്റെ രാജാവാക്കി അള്ളാഹു വാഴ്ത്താൻ അള്ളാഹു ചെയ്ത ഹിക്മത്തുകൾ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഈ അന്ന് ലോകമറിയപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അന്ന് ഈജിപ്തും ഇന്ത്യയും പേർഷ്യയും. ഈ രാജ്യങ്ങളാണ് അന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഈജിപ്തിലേക്ക് നന്മയുടെ വെളിച്ചമെത്തിക്കാൻ അള്ളാഹു ചെയ്ത പണി എന്താ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ എറിയുന്നു സ്വന്തം ജ്യേഷ്ഠന്മാർ. ആ കുഞ്ഞിനെ യാത്രക്കാർ കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അവിടുത്തെ അസീസു മിസ്ർ, ഈജിപ്തിന്റെ ഗവർണർ, ഈജിപ്തിന്റെ ഭരണാധികാരി, അവിടുത്തെ കിങ് യൂസുഫ് അലൈഹിസ്സലാമിനെ വിലക്ക് വാങ്ങുന്നു. ഭാര്യയോട് പറയുന്നു, അക്രിമി മത്വാ, ഇത് നമ്മുടെ പോറ്റുപുത്രനാണ്, നമുക്ക് വളർത്താം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആയി മാറുന്നു, രാജകുമാരനായി മാറുന്നു. കൊച്ചുനാളിൽ വന്നതുകൊണ്ട് ആ നാട്ടുകാരനായി മാറി. ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ അന്ന് പാസ്പോർട്ട് കിട്ടിയെന്ന് പറയും, പൗരത്വം കൊടുത്തു എന്ന് പറയും. ആ മഹാനാണ് പിന്നെ ഈജിപ്തിൻ്റെ അധികാരിയാകുന്നതും ഈജിപ്തിനെ ദഅവത്ത് ചെയ്യുന്നതും നന്മയുടെ മാർഗത്തിലേക്ക്. അതിന് അല്ലാഹു ചെയ്ത പണി എന്തൊക്കെയാണ്! കനാനിൽ കിടക്കുന്ന ജോർഡാനിന്റെ ഇങ്ങ് സഊദിയുടെ ഇങ്ങ് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നാട്, യാക്കൂബ് നബിയുടെ മോൻ ദാരിദ്ര്യമായിരുന്നു. പക്ഷെ അല്ലാഹു തആല സമ്പത്തിന്റെ പറുദീസയിലേക്ക് ഉയർത്തി. മഹാനവറുകൾ അപ്പോഴും അല്ലാഹുവിനെ ശുക്ർ ചെയ്തു ജീവിച്ച അല്ലാഹുവിന്റെ റസൂൽ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. എന്താണ് ആ പ്രാർത്ഥന? യൂസുഫ് നബി സുലൈമാൻ നബി ദുആ ചെയ്ത പോലെ തന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്. അവിടുത്തെ ഭക്ഷ്യ മിനിസ്റ്റർ ആയിരുന്നു ആദ്യം, പിന്നെ ഈജിപ്തിന്റെ രാജാധികാരിയാണ്. അസീസിന്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ക്രൗൺ പ്രിൻസാണ് അധികാരത്തിലേക്ക് വരുന്നത്, യൂസുഫ് അലൈഹിസ്സലാം. എന്താ പറഞ്ഞത്? ആ വാക്ക് നോക്കി നിങ്ങൾ. ഉമ്മയും വാപ്പയും കൊട്ടാരത്തിലേക്ക് വന്നു, 10 ജ്യേഷ്ഠന്മാരും വന്നു, അനിയനുണ്ട് ബിന്യാമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹവും അവിടെയുണ്ട്. അവിടെ ഇരുന്ന് യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിനോടൊരു നന്ദി പറയുന്ന വാക്കാണ് ഞാൻ ഓതിവെച്ച ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി, അതായത് റബ്ബി, എൻ്റെ രക്ഷിതാവേ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ നീ എനിക്ക് അധികാരം തന്നുവല്ലോ. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറയാനുള്ള കഴിവും നീ എനിക്ക് തന്നല്ലോ റബ്ബേ. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഒരു മോഡലും കാണാതെ ഒറ്റക്ക് സൃഷ്ടിച്ചവനെ അല്ലാഹുവേ. അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ,
ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ. തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തിത്തരയണമേ. ആ സജ്ജനങ്ങളിൽ വലിയൊരു വിഭാഗം മിസ്കീന്മാരായിരിക്കും. അതുകൊണ്ടാണ് പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹദീസ് വഴിയെ നമുക്ക് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം യജൂഉ ബിയദിഹി ഖസാഇനുൽ അർദ്, ഭൂമിയുടെ ഖജനാവുകൾ കയ്യിലുണ്ടായിട്ടും നോമ്പ് നോറ്റ് പട്ടിണി കിടന്നിരുന്ന നബിയാണ് യൂസുഫ് അലൈഹിസ്സലാം. അപ്പോൾ അവരോട് ചോദിച്ചു, എന്തിനാണ് യൂസുഫ് നബിയെ നിങ്ങൾ ഇത്രത്തോളം പട്ടിണി കിടക്കുന്നത്? അഖാഫു അൻ നശ്ബഅ ഫഅൻസൽ ജായിഈൻ, നോമ്പില്ലാതിരുന്നാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൂല, നോമ്പില്ലെങ്കിലും കുറച്ചേ ഭക്ഷണം കഴിക്കൂ. അപ്പോൾ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ? പറഞ്ഞു, ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ വിശക്കുന്നവരെ മറന്നു പോകുമല്ലോ, അതുകൊണ്ടാണ്. യാ അല്ലാഹ്, വിശക്കുന്നവരെ മറക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കുറച്ചേ കഴിക്കൂ, ഞാൻ വിശക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് കൊട്ടാരങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണം നൽകിയിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സിഹ്റു റസൂലില്ലാഹ്, ഹബീബായ നബിയുടെ പുതിയാപ്പിള. വയുഫ്തിറു അലാ ഖുബ്സിശ് ശഈരി വൽ ഖല്ലി വസ്സൈത്, എണ്ണയും ഒലിവെണ്ണ, എണ്ണയും സുർക്കയും ബാർലിയുടെ ഖുബ്സുമാണ്, ബാർലിയുടെ റൊട്ടിയുമാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കഴിച്ചിരുന്നത്. ജനങ്ങൾക്ക് കൊടുക്കുന്നതോ തുആമുൽ ഇമാറ, VIP ഭക്ഷണം ജനങ്ങൾക്ക്. മഹാൻ കഴിച്ച്, ഇവരൊക്കെയാണ് വലിയ മുതലാളിമാരെന്ന് പറയുന്നത്. അവർ ജീവിച്ചത് സ്വന്തം അനുഭവിക്കാനല്ല എന്നർത്ഥം. യാ അല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ്. ഗസ്വത്ത് തബൂക്ക്, പുണ്യ നിബിതങ്ങൾ സംബന്ധിച്ച അവസാനത്തെ യുദ്ധമായിരുന്നു തബൂക്ക്. ജയ്ഷുൽ ഉസ്ര എന്നാണ് ആ സംഘത്തിന്റെ പേര്. കഷ്ടകാലത്ത്, കഷ്ടപ്പാടുള്ള സമയത്ത് പോയ സൈന്യമെന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ മുമ്പിലേക്ക് വന്നു. തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ചൂടുകാലമാണ്, ഇതുപോലത്തെ ഒരു ജൂൺ മാസം, കടുത്ത ചൂട്. ആരുടെ കയ്യിലും സമ്പത്തില്ല, ഒട്ടകങ്ങളില്ല, ആയുധങ്ങളില്ല, ഒന്നുമില്ല. തബൂക്കിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഭീഷണിയുണ്ട് ദീനിന്, മദീനയ്ക്ക്. ആ ഭീഷണിയെ എതിരിടാൻ വേണ്ടി പോകണം. 500-ലേറെ കിലോമീറ്റർ, 600 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. സ്വഹാബികളെ, സംഭാവന ചെയ്യണേ, സംഭാവന വേണം, സ്വതക്ക വേണമെന്ന് നബി തങ്ങൾ പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 1000 സ്വർണ്ണ നാണയങ്ങൾ, 1000 സ്വർണ്ണ നാണയങ്ങൾ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചൊരിഞ്ഞു കൊടുത്തു. അന്നത്തെ ദീനാർ, ആ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കി നബി തങ്ങൾ പറയാൻ, മാ ളറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം, ഇന്നത്തെ ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഈ സ്വതക്കയുണ്ടല്ലോ, ഇനി ഇതിനു ശേഷം ഉസ്മാൻ എന്നവർ എന്ത് ചെയ്താലും ഉസ്മാൻ എന്നവർക്ക് അത് ഉപദ്രവമാവില്ല. അതുകൊണ്ട് മഹാനവറുടെ ആഖിറം നഷ്ടമാവില്ല. അത് പറഞ്ഞെങ്കിലും ഉസ്മാൻ തങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ലേ? മനസ്സിലാക്കണം. അത് ബദരീങ്ങളെ പറ്റി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. കാരണം ബദരീങ്ങൾ അള്ളാഹുവിനനുസരിക്കുന്നവരാ. ബദരീങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി ഗഫർതു ലക്കും, ബദരീങ്ങളെ, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് ബദറിൽ ഇറങ്ങിയവരല്ലേ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് ബദരീങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അല്ല, അവർ തെറ്റിലേക്ക് പോയവരല്ല. പക്ഷെ നബി തങ്ങൾ അതൊരു സ്നേഹം കൊണ്ട് പറഞ്ഞ വാക്കാണ്. ഉസ്മാൻ തങ്ങൾ 1000 സ്വർണ്ണ നാണയം ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്തു. ആലോചിച്ച് നോക്കി, അന്നത്തെ വെള്ളി നാണയമാണ് ദിർഹം, അന്നത്തെ സ്വർണ്ണ നാണയം ദീനാർ, 1000 ദീനാർ. മാ ളറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്ത് വന്ന കച്ചവട സാധനങ്ങൾ മദീനയിലെ മിസ്കീന്മാർക്ക് സ്വതക്കയാണെന്ന് പറഞ്ഞ സ്വഹാബിയാണ്. നബി തങ്ങളുടെ സ്വഹാബിമാർക്ക്, അഹ്ലുബൈത്തിന്, നബി തങ്ങളുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന നമ്മുടെ ഉമ്മമാർ, അവർക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരും ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ